സെത്തിയള്ളി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ മഴ. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വിളവിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഷിമോഗാണ്. ഷിമോഗ നമ്മളെ സുഹൃത്ത് സോയിലിൽ കൂടെ നമ്മൾ 2 ദിവസം താമസിച്ചത്. നമ്മളിവിടുന്ന് അകുംബ പോവുകയാണ്. അകുംബ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതെന്താന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സോയിൽ 2 ദിവസമായിട്ട് നമുക്ക് എന്താ പറയുക, എൻ്റെ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ച് വരെ ചെയ്തിട്ട് പോകാൻ പൈസ കൊടുത്ത് സോയിൽ ഇന്നെ കൊണ്ട് കൊടുക്കാൻ അയച്ചില്ല. അതേപോലെ നമുക്ക് ഗംബൂട്ട് വാങ്ങി തന്നിട്ടുണ്ട്. അവന് മറ്റേ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളത് വാങ്ങി തന്നാൽ അവരുടെ ഷോപ്പിൽ നിന്ന് തന്നാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ഇത്രയും നല്ലൊരു സപ്പോർട്ട് ഷിമോഗ വന്നിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടെ മലയാളീസ് ഒരുപാടുള്ള സ്ഥലമാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. പിന്നെ ഏതായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഏകദേശം 110 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്, 110 120 അങ്ങനെ കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന് അകുമ്പേക്ക്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഷിമോഗനെ പറ്റി സംസാരിച്ച ആളാണിത്. ഇതോടെ ഷോപ്പാണിത്. എത്ര വർഷമായി ഇത്? എത്ര വർഷമായി ഇതിന്റെ? നമ്മളതല്ല, നമ്മളെ ഷോപ്പ് ഓണർ കുന്നുമ്പള തന്നെ നിർത്തുന്നതാണ്. ഇപ്പോൾ തുറന്നിട്ടിപ്പോൾ കഴിഞ്ഞ നോമ്പ് ലാസ്റ്റ് തുറന്നാണ്. ഇതാ നമുക്ക് മലയാളി, ഞമ്മക്ക് പഠിക്കാനാണ്. അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ വേറെ വിഷയമുണ്ട്. കഴിഞ്ഞ വീട്ടിൽ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇത് ചമ്മാടുള്ളതല്ലോ, ഇത് BKP ഉള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു നല്ല സ്ഥലം, ഏറ്റവും വലിയ ടൗൺ നോക്കിയാണ് പറഞ്ഞത്. എൻ്റെ വീട് മലപ്പുറം ജില്ല, നമ്മളെ BKP ചെണ്ട. ആ വീഡിയോ ഫേസ്ബുക്കിൽ 3 ലക്ഷം കടന്നു. 3 ലക്ഷം കണ്ടല്ലേ. പിന്നെ അതാ നമ്മളെ കട ജസ്റ്റ് നിങ്ങളെ കണ്ടോ. പിന്നെ നമ്മളെ കടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്, നമ്മളെ നാട്ടിലാണ്, നമ്മളെ അസർപ്പാക്ക്. അന്ന് ജസ്റ്റ് പോയി കണ്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, എനിക്ക് ഇപ്പോൾ 11 മണി കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ദൂരം ഓടാണ്ട് എത്തൂല. മഴ കാലാവസ്ഥ കണ്ടോ. ഇന്നലെ നമ്മൾ പോയിരുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ വിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇവിടുന്ന് എനിക്ക് ടീഷർട്ട് തരികയാണ് ഒരു. പക്ഷേ ഞാൻ വേണ്ട പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പോളിസ്റ്റർ ടൈപ്പ് ഇടണം, അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ നമുക്ക് വണ്ടിയിൽ ലഗേജ് കൂടുകയാണ്. അതേമാർക്ക് സോയിൽ ഇന്നലെ ആ ഷോപ്പിൽ നിന്ന് ഷൂ വന്നു. അതിൻ്റെ പുറത്ത് ചെരുപ്പ് കൊണ്ടുവരാം. എനിക്ക് ചെരുപ്പ് ഇട്ടിട്ടെത്താം. എൻ്റെ അടുത്തൊരു ഹവായി ചെരുപ്പ് ഉള്ള ടോയ്ലറ്റ് പോകുമ്പോഴാണ്. ബാക്കി ഞാൻ ഷൂ ആണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളത് കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ ആവശ്യമില്ല. ഇത് വേറെ ആണ്ടാ പോണ്. നേരെ പോയിട്ട് ഞാൻ പറഞ്ഞതാണ്, അതിൽ മൊത്തം മിസ്സാകും. സ്ട്രൈറ്റ് പോയിക്കേണ്ടതാ ഈ റോഡ്. ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ട് താറ്റുക. എന്താ സംഭവം നോക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കേന്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് തന്നു. സമയമില്ലാത്തല്ലേ കുറച്ചുകൂടെ നിൽക്കാം. ഇനിയിപ്പോൾ അവിടെ എത്താൻ മഴ കാലാവസ്ഥ മാറും. എന്തായാലും എത്താൻ നേരം പോകുന്നുണ്ട്. സോയിലിൻ്റെ കൂടെ ഇന്നലെ ആ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ച് ആക്കാൻ പോയി. അവിടെ ക്യാഷ് ഓനാ കൊടുത്ത് ഫുഡ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഹോട്ടലിൽ കൊണ്ട് ഓരോന്ന് കഴിഞ്ഞ് തരിക. പിന്നെ അവൻ്റെ കടയിൽ നമുക്ക് ഗംബൂട്ട് തന്നു. പിന്നെ അവൻ 2-3 കുട്ടി ചെരുപ്പൊക്കെ എനിക്ക് എടുത്ത് തരുമായിരുന്നു. ഞാൻ എനിക്ക് ചെരുപ്പ് ഇട്ടിട്ടാ വണ്ടി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. എൻ്റെ കയ്യിൽ ഒരു ഹവായി ചെരുപ്പേ ഉള്ളൂ. അത് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ ഉപയോഗിക്കാൻ. പിന്നെ ഷൂ എല്ലാം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം അതിൻ്റെ ശേഷം നമ്മളാ പോയ ഷോപ്പിൽ അവൻ ടീഷർട്ട് അന്ന് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. വെറുതെ അവർക്ക് ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ. ഉപയോഗമുണ്ടെങ്കിലല്ലേ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അകുമ്പോൾ പോവാണ്. ഇവിടെ 61 കിലോമീറ്റർ ഇതേപോലെ ഹൈവേ ആണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തി നല്ല വിഷ്വലുള്ള സ്ഥലത്ത് ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടാ. നല്ല അവിടെ ഒരു എലിഫൻറ്റ് ക്യാമ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ ലേക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് വീഡിയോയിലൊന്നും കിട്ടുന്നില്ല. അത് കാടിൻ്റെ അടിയിലൊക്കെ ആയിട്ടുള്ളത്. നല്ല അടിപൊളി റൂട്ടാണ്. ഇപ്പം നമ്മളെന്താ പറയുക, ഇനിയിപ്പോൾ എന്ത് മഴ ചെയ്താലും ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ജാക്കറ്റ് ഉണ്ട്, പാൻറ് ഉണ്ട്, വാട്ടർ പ്രൂഫ് ഷൂ കിട്ടിയിട്ടുണ്ട്. ഇനി മഴ പെയ്താലും പ്രശ്നമില്ല. അകുംബ എന്ന് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നാണ് അകുംബ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പരിസരത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഇനിയും ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 10-20 കിലോമീറ്റർ ഇനിയുണ്ട്.
എൻ്റെ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുന്ന വിശ്വസിക്കുന്നു ഒരു ലേക്ക് ഡാമിൻ്റെ എന്താ സംഭവം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല, ഇത് ഫോറസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് വണ്ടി നിർത്താൻ പറ്റില്ല. വണ്ടി നിർത്താൻ പറ്റിയാണെങ്കിൽ നമുക്ക് മൊബൈലെല്ലാം പോലെ ഷൂട്ട് ചെയ്യാമായിരുന്നു. ഒരു രക്ഷയിലിട്ട് അടിപൊളി സ്ഥലം. എന്ത് രസം എന്ന് പറയുക, ഇങ്ങനെ ഇരുട്ട് കുത്തിയിട്ട് ഇങ്ങനെ മഴക്ക് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാട്, അത് നല്ല പച്ചപ്പും ഒരു തണുത്ത കാലാവസ്ഥയും അടിപൊളി, രക്ഷയില്ല. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ യാത്ര ആസ്വദിച്ച് ഇങ്ങനെ പോയാണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലേക്ക് ഇതാ നമ്മൾ അടുത്ത് കാണുന്നുണ്ട്. ഇത് ലേക്കാണ് ഡാമിൻ്റെ റിസർവിയർ ആണോ എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല സൂപ്പർ സ്ഥലം. ഒരാൾ കൊട്ട വഞ്ചിട്ട് പോകണമൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണൊന്ന് എടുക്കട്ടെ. കൊട്ടവഞ്ചിയുള്ള ആളാണ് പാസ് ചെയ്ത് പോയ മരത്തിൻ്റെ അടിയിലാണ്. അവിടെ പുറത്ത് വന്നാൽ ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. പോകുന്നു കൊട്ടവഞ്ചി. ഇവിടെ ഒരാൾ ഇന്നെങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആ ലേക്കിൻ്റെ ഭാഗങ്ങളാക്കാം. പോലെ കുരങ്ങന്മാരുണ്ട്. ഈ കാടിൻ്റെ യഥാർത്ഥ ഭംഗി ആ മുളകളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനത്തെ ഒരു റൂട്ടാണിത്. നല്ല മുളകളൊക്കെ ഉള്ള മുളകളൊക്കെ ഉണ്ടാകുമ്പോൾ കാടിൻ്റെ ആ ഇരുട്ട് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അകുംബ 69 അകുംബ 69 കിലോമീറ്റർ. സെത്തിയള്ളി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ടൈഗറിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. എന്താ നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഇവിടെ മരങ്ങളൊക്കെ നട്ട് അങ്ങനെ യാത്ര ചെയ്യണം. ഞാൻ അങ്ങനെ വണ്ടി സ്ലോ ആക്കാം, സൗണ്ട് നോക്കാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ ഇവിടെ 2 പച്ചക്കൊടി ഉണ്ട്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു മക്ബറ എന്തോ ഇവിടെ ഉണ്ട്. എന്താ സംഭവം എന്ന് പോയി നോക്കുക. പോകാൻ പറ്റിയൊരു ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നതൊന്നുമല്ല, ജസ്റ്റ് കണ്ടപ്പോൾ നോക്കിയാണ്. സയ്യിദനി മാൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന പേര്. മങ്കോറ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉറുദുവിലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. ചെറിയ എഴുത്തായിട്ട് എഴുതിയിരിക്കണം. ഇവിടെ നിന്ന് കാണില്ല. വണ്ടി വന്ന് ഇറങ്ങി നോക്കണം. ഞാൻ എന്തായാലും തിരിച്ചു പോകണം ഇവിടുന്ന്. അങ്ങനെ കണ്ടപ്പോൾ കാട്ടിനുള്ളിൽ മക്ബറ കണ്ടപ്പോൾ വന്ന് നോക്കിയാണ്. ഇവിടെ വേറെ ഒന്നും ഇല്ല, ആളുകളും ഇല്ല. ആ മക്ബറ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഒരു സൈക്കിൾമേലും ഒരു ബൈക്കുമേലും 2 ആൾ വന്നത്. केरला जर्नी इंडिया टू ऑस्ट्रेलिया यूट्यूबर छोटा यूट्यूबर रिकॉर्ड हिंदी आता है हिंदी थोड़ा मालूम. क्या मलयालम इसमें जा रहा है 13 कंट्री. हाँ ये आपका आईडी बोलो. इंस्टाग्राम आईडी क्या? इंस्टाग्राम आईडी विलेज वाइफ सुरक्षा. കുറേ ഏകദേശം ഒരു 10-60 കിലോമീറ്ററോളം വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ടൗണ് കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തിരുത്തഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് 32 കിലോമീറ്റർ അകുമ്പുള്ളത്. പിന്നെ ഇവിടുന്ന് എത്തി വണ്ടിയിൽ എണ്ണൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച്
ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അകുമ്പ പോകാൻ ഇനി ഇവിടുന്ന് 14 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ കുണ്ടാദ്രി ഹിൽസ് പോയി കയറണം. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും അകുമ്പക്ക് പോകാൻ വൈബ് കിട്ടുള്ളൂ. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുക്കണം. ആദ്യം തന്നെ ഇത് സൗണ്ടിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഗോപ്രോ ഹെൽമെറ്റിൻ്റെ പുറത്താണ്. നല്ല മഴയായിരുന്നു. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. മൈക്കിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിട്ടാണ് ഈ സൗണ്ട് കേൾക്കാത്തത്. അതുകൊണ്ടൊക്കെ പലതിനും ഞാൻ പിന്നീട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. മലമുകളിൽ മഴ പെയ്തിട്ട് വെള്ളം ചള്ളി വെള്ളം കുത്തി ഒഴിക്കുന്ന നോക്കാണ്. നല്ല ഒഴുക്കാണ്. कुंडाद्री हिल्स रियाद है हमको पता नहीं, गूगल मैप है ना, वही चला इधर से जाना उसको बोलो. कुंडाद्री हिल्स. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു തോടിങ്ങനെ ഒഴുകണ്. പാടത്തിതാ ചെറിയൊരു പച്ചപ്പിൽ ഇങ്ങനെ വെള്ളം കെട്ടി വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മലമുകളിൽ ഇങ്ങനെ കോടവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി ഇതിനുണ്ടിട്ടാ. ഇതൊക്കെ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യണം. മലമുകളിൽ ഇങ്ങനെ കോട ഇങ്ങനെ കയറി പോകുന്നുണ്ട്. സൂപ്പർ സ്ഥലം. എമ്മാ ഭംഗി എന്ന് പറയാം. കാട്ടരുവി, ഒറിജിനൽ കാട്ടരുവി തിന്നാൻ പറയില്ല. വരുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ വെള്ളം നല്ല രസം കണക്കാം. തെളിഞ്ഞ വെള്ളം കേട്ടോ. തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം. ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇതൊന്നും ഇതിലപ്പുറം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മഴയാണ്. ഞാൻ ഇതിൻ്റെ ഗോപ്രോൻ്റെ ലെൻസ് പരമാവധി തുടക്കുന്നുണ്ട്. പക്ഷേ ആ നനവുണ്ടാവും. അതിന് ചെറിയ വയറ്റിലേക്ക് ഒന്ന് എത്തിയിട്ട് ഇതിൻ്റെ ഫീല് നല്ലപോലെ എടുക്കണമെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. പക്ഷേ മൊബൈൽ എടുത്തിട്ട് അത് നനയാണ് പെട്ടെന്ന്. എന്തായാലും ഇവിടുന്ന് പോട്ടെ. അത് ഒഴിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഇവിടുന്ന് കാണട്ടോ. ഒഴിക്കൂടി ഒഴിക്കണമെന്നുള്ളത് കാണൂല. കാട് പിടിച്ചെടുക്കും. ഞാനിങ്ങോട്ട് ഈ വീഡിയോ തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയതാണ് മഴ. എടുക്കുന്ന സമയം തുടങ്ങിയ മുതൽ മഴ നിന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നിന്നു. പക്ഷേ ഈ അകുമ്പ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ചിറാപ്പൂഞ്ചി എന്നാണ് പറയുന്നത്. ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പൂഞ്ചി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ. മഴക്കാടുകൾ ധാരാളമുള്ളൊരു സ്ഥലമാണ്. അത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് രസം എന്ന് പറയുന്നത് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് കമ്പിവേലിയൊക്കെ ഇട്ടില്ല. ഇതിലൂടെയൊക്കെ എന്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്നാവാം. റോഡൊക്കെ മോശമായിട്ടാ. ആ കാടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ചോദിച്ചപ്പോൾ ഇതാണ് കുണ്ടാരി, എനിക്ക് എടുക്കാൻ പോകേണ്ടി എന്നൊക്കെ ചോദിക്കുന്നത്. അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറഞ്ഞു അവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് കുണ്ടാരി ബെട്ട പോണ റൂട്ടാണ്. അകുമ്പ പോകാന്നൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായതാണ്. രണ്ട് ഭാഗത്തുകൂടെ ശ്രീ കുണ്ടാരി ജനക്ഷേത്രം. എവിടേക്കപ്പോൾ ഇവിടുന്ന് പോകേണ്ടിയിരുന്നു? അവിടെ ഫോറസ്റ്റാണ്. അവിടെ അടച്ചിക്കണ്. അവിടെ അടച്ചിക്കണ്. ഇതിപ്പോൾ എവിടെ കാണാവും?
ഇത് കുന്താലി ജൈനക്ഷേത്രം. പക്ഷെ അവിടെ അടച്ചിക്കണ റോഡാണ് ഉണ്ടാവുമായിരിക്കും. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഭയമുള്ള മാതിരി ഇട്ട് അത്രയും ഇങ്ങനെ ഇട്ട് കുത്തി നിൽക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അത് പോയി. ഓ സൗണ്ട് നോക്കാണ്. ഇതിൽ എനിക്ക് തോന്നിയില്ല ആകുമ്പോൾ പോണ വഴിയാണോ ഇവിടുന്ന് തിരിക്കുമോ നന്നാവുക. ഇത് ആണില്ല ഞാൻ മതി ഈ റൂട്ടിൽ. എണ്ണം കാണുന്നു. ഇവിടെ പണി വാളിച്ചാ. അവിടെ ഫെൻസിങ് ഉണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ഡേഞ്ചറാണ്. എന്താ ഫെൻസിങ് ഇട്ടിരിക്കുന്നു ഇവിടെയൊക്കെ. തിരിച്ചു പോവല്ലേ, റിസ്ക് എടുക്കാനേ ഞാനില്ല. മേക്കത്ത് ഭാഗമൊക്കെ ഫെൻസിങ് ഇട്ടിരിക്കുന്നു. കൺഫ്യൂഷനായി. 2 റോഡ് പിന്നെയും വന്നു. ആ എഴുതിക്കണ് അകുമ്പയാന്നാണോന്ന് അറിയും. വായിക്കാനും കിട്ടണില്ല. ഫോണ് റേഞ്ചും ഇല്ല ഇവിടെ. ഒരാൾ വരുന്നുണ്ട് അവിടുന്ന്, ചോദിച്ചു നോക്കാം നമുക്ക്. ആ ഈ റോഡാ? ആ ഓക്കെ. ഫസ്റ്റ് റൈറ്റ്. നല്ല മഴയും തോന്നുന്നു. ടാണ്ട നിറഞ്ഞു വരികയാണ്. എന്താ ഇത്, ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലായിരുന്ന രക്ഷയില്ല. നമ്മളങ്ങനെ അകുമ്പ എത്തിയിട്ടുണ്ട്. അകുമ്പയിൽ ഇനി ഇവിടുത്തെ സൺസെറ്റ് വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടി പോകണം. പക്ഷേ വ്യൂ പോയിൻ്റ് ഈ സമയത്ത് കാണാൻ പറ്റില്ല, മഴയാണെന്നാലും അവിടുത്തെ ചുരത്തിൻ്റെ ഒക്കെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി നോക്കുകയാണ്. ഞാൻ ആകുമ്പോൾ എത്തിക്കുന്നത്. എൻ്റെ മുടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഉരിട്ടായതാണ് ഈ കോലം. ഞാൻ മുടി നന്നാക്കാൻ നിന്നിട്ടില്ല. ഞാൻ ഇവിടുത്തെ ചുരത്തുമ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു.
ഞാൻ ഷിമോഗയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ചുരം കിട്ടിയിട്ടില്ല. കാരണം ഷിമോഗ ഓൾറെഡി ഒരു ഉയർന്ന പ്രദേശത്താണുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഉടുപ്പി പോണ റൂട്ടുണ്ടല്ലോ, ഇതൊരു ചുരം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ അവിടേക്ക് പോകാൻ. നമ്മൾ ഉടുപ്പി പോയി വരികയാണെങ്കിൽ ചുരം കയറണത് വീതിയില്ലാത്ത റോഡാണ്, കുറച്ച് ഡേഞ്ചർ റൂട്ടാണ്, നല്ല മഴൻ്റെ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് നമ്മൾ നാളെ ഇറങ്ങുള്ളൂ. ഇന്ന് എന്തായാലും ആകുമ്പോൾ സ്റ്റേ ചെയ്യണം. നാളെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാണ്ട്. ഇവിടെ മറ്റേ മഴ നല്ല ശക്തമായ സമയത്ത് വാട്ടർ ഫാൾസ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ വണ്ടി അറിയണ്ട നല്ല വിസിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതാണ് അകുമ്പയിലെ സൺസെറ്റ് വ്യൂ പോയിന്റ്. പക്ഷേ ഇപ്പോൾ വ്യൂ ഒന്നും കിട്ടൂല. മഴക്കാലമായി കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പ്രയാസമാണ്, കോടമഞ്ഞും മഴയൊക്കെ ആയ കാരണം. ഒരു രക്ഷയില്ലാത്ത മഴയായിട്ട് പെയ്യുന്നത്. നമ്മളെ വണ്ടി അത് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ മഴ, എന്താ രസം എന്നറിയാം. ഇങ്ങനെ ഇവിടെ 90% റൂം എടുക്കേണ്ടി വരും. കാരണം ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. റൂം എടുത്താൽ ഞാൻ ഫുള്ളൊന്ന് മഴ ഇറങ്ങിക്കൊള്ളൂ. പിന്നെ ഇവിടെ കുറേ ഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് നോക്കാണ്ട്. കാരണം ഇവിടെ മഴ പെയ്താൽ ഫാൾസിലേക്കൊന്ന് കയറ്റിവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നോക്കാണ്ട്. പക്ഷെ ഇവിടെ റേഞ്ചിന് വേറെ സാധനം കിട്ടണില്ല. നമ്മൾ കുറച്ച് മേലേക്ക് റേഞ്ച് ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് ഞാൻ സംഭവമൊക്കെ ഒന്ന് ലൊക്കേഷൻ എടുത്ത് നോക്കട്ടെ. ഞാൻ അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ചോദിച്ച്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഫാൾസ് എല്ലാം ക്ലോസ് ആണ്, മഴ കൂടുതലാണെന്നാണ് പറഞ്ഞത്. എന്തൊരു കഷ്ടം എന്നറിയോ. എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യണം. അങ്ങോട്ട് മൂടിയിട്ട് ലോങ് ഒന്നൊരു കറക്റ്റ് കാണുന്നില്ല. നല്ല സൂപ്പർ ക്ലൈമറ്റ് ഇട്ടാ. നമുക്ക് എന്തായാലും ഈ ചുരം നാളെ ഇറക്കാം. അങ്ങനെ ഇവിടെ നിന്ന് കറങ്ങിയിരിക്കുക. ഏതെങ്കിലും ഓപ്പൺ ആയ ഫാൾസ് ഉണ്ടോ നോക്കില്ല. ഇവിടെ ഏതൊക്കെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. केरला ऑस्ट्रेलिया 1.5 year journey. First 1 year India, Nepal, Bhutan. Then Bangladesh, Myanmar, Laos, Vietnam, Cambodia. ഇതാണ് ഇവിടുത്തെ ടൗൺ ഇട്ടാ. അകുമ്പയിലെ ടൗണ്. ഞാനൊരു ചായക്കട കിട്ടിയ നെറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കായി. ബസ് സ്റ്റോപ്പിലാണ് ടെൻ്റ് അടിച്ച എന്താ പാട്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അതിക്ക് പോകാൻ വേണ്ടിയതാണ്. വെള്ളം ഒഴിക്കണ നോക്കുകയാണ്. ഇതിന് നടുവ് കൂടി പോകണം.
അത്യാവശ്യം കൊണ്ടുവന്നിട്ടാ മരലെത്തി ഹോം സ്റ്റേ എവിടെയാണിപ്പോൾ അങ്ങനെ താട്ടാ ഞാനിവിടെ അകുമ്പയിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റും, പക്ഷെ എന്താ പറയുക ഈ മഴത്ത് നല്ല മഴയാണ് ഇവിടെ. പക്ഷെ പായൊക്കെ പിടിച്ച് വലിച്ചു കെട്ടാൻ 2 ആൾ വേണം, 2 ആളുണ്ടെങ്കിലേ സംഭവം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ടെൻ്റ് അടിച്ചില്ല. 600 രൂപക്ക് റൂം കിട്ടി ഇവിടെ. അപ്പോൾ ആ റൂം എടുത്താണ്. റൂം കാണിക്കണമെങ്കിൽ ഇനിയിപ്പോൾ മഴത്തേക്ക് ഇറങ്ങണം. കുടയൊക്കെ വണ്ടി അവിടെ കൊണ്ട് സൈഡാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ മഴ നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാം. പുറത്തുനിന്നുള്ള വിഷ്വല് റൂം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മഴ ഡ്രസ്സ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ജാക്കറ്റും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതാണ് റൂം. നമ്മളിവിടെ ആയിട്ടെന്ന് താമസിക്കുന്നത്. നിങ്ങൾ സൗണ്ട് നോക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട്, ഒരു രക്ഷയില്ലാത്ത ഫീൽ. മഴ നിന്നിട്ടില്ല ഇവിടെ. സൂപ്പർ ക്ലൈമറ്റ് ആണ്, സൂപ്പർ ക്ലൈമറ്റ്. വെറുതെ അല്ല ഇതിനെ സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പൂഞ്ചി എന്ന് പറഞ്ഞിട്ടാണ്. തൊരാത്ത മഴയാണ് ഇവിടെ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് തന്നെ നോക്കുകയാണ്. നമ്മളങ്ങോട്ട് ബൈക്കിട്ട് പോയപ്പോൾ ക്രോസ് ചെയ്ത ഇതാണിത്. ഇത് മഴ പെയ്തിട്ടാണ് അത് ഇതിൽ കൂടി തോടായിട്ട് ഒഴുകണമെന്നാണ് അറിയില്ല കേട്ടോ. നല്ല ഒഴുക്കുണ്ട് എന്തായാലും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അകുമ്പ കോടയിൽ അങ്ങോട്ട് കുളിച്ചിക്കണ്. നേരത്തെ നമ്മൾ വന്ന സ്ഥലമാണ്. ഒരാൾ നടന്നു വരണ്ടില്ല, ആ വഴിയിലൂടെ ഞാൻ നടന്നു വന്നത്. അതൊക്കെ ഫുൾ കോടിയിൽ അങ്ങോട്ട് കുളിച്ചിവിടെ. സൂപ്പർ സൂപ്പർ. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അകുമ്പ എന്ന് പറഞ്ഞത്. അകുമ്പ ടൗൺ എന്ന് പറഞ്ഞത് ഈ കാണുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ബസ് സ്റ്റാൻഡും ഉണ്ട് ഇവിടെ. ചെറിയൊരു ബസ് സ്റ്റാൻഡ്, കുറച്ച് കടകൾ, അങ്ങനെ ചെറിയൊരു ടൗണ്. അവിടെയൊക്കെ നമുക്ക് ടെൻ്റ് അടിക്കാം. പക്ഷെ 2 ആളുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കാൻ പറ്റും. കാരണം നമ്മളെ ടെൻറ്റിന് മേലെ ടാർപ്പായൊക്കെ പിടിച്ച് വലിച്ച് കെട്ടണം. അപ്പോൾ 2 ആൾ വേണേന്, എന്നാലേ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. മഴയത്ത് കാറ്റ് പിടിക്കും പറ്റും. പമ്പിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ തൽക്കാലം ഒന്ന് കുടിക്കാം. പക്ഷെ അവിടെ കെട്ടണമെങ്കിൽ അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാഞ്ഞത്. അകുമ്പ ടൗണിൻ്റെ ഒരു വൈകുന്നേരത്തെ വ്യൂ ആട്ടോ. ടൗണിൻ്റെ മൊത്തം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം കാണുന്നത് ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയ ടൗണ്. ഇതാ ഈ ഒരു ഹോട്ടലും അതിൻ്റെ അപ്പുറത്തൊരു ബസ് സ്റ്റാൻഡ്, അതോടുകൂടി ടൗൺ അവസാനിച്ചു. അത്ര അകുമ്പ ടൗണുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് അകുമ്പ ടൗണിൻ്റെ ഒരു സെൻറ്ററാണ്. ഈ കാണുന്ന റോഡ് നേരെ പോയാൽ ഉടുപ്പി റോഡാണ്. ആ വാഹനങ്ങൾ പോകുന്ന റൂട്ട് ഷിമോഗ റൂട്ട്, ഈ കാണുന്ന റൂട്ട് ചിക്കമംഗ്ലൂർ. ഈ 3 റൂട്ടാണ് ഇവിടേക്കുള്ളത്. ഷിമോഗ റൂട്ടിലാണ് കേട്ടോ നല്ല കോടുള്ളത്. ഉടുപ്പി കുറച്ചേ തെളിഞ്ഞിട്ടുണ്ട്. ഇത്രേ ടൗണുള്ളൂ. നല്ലൊരു സൈലൻ്റ് ഏരിയ. കുട നല്ല വലുപ്പമുണ്ടായിട്ട് നല്ല കാറ്റ് പിടിക്കണം. ആളെ പൊക്കണേമ. ഈ അകുമ്പ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ രാജവമ്പാലുകളുള്ളൊരു സ്ഥലമാണ്. എല്ലാ പാമ്പിനും കാണാൻ വെച്ചിട്ട് രാത്രി ടോർച്ചൊക്കെ ഇട്ട് നടക്കാൻ ഇറങ്ങിയ കേട്ടോ. രാത്രി നമ്മളെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. സൗണ്ട് നോക്കാം നിങ്ങൾ.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ നാളെ നമുക്ക് അകുമ്പലിൽ പല സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ ചിലതൊക്കെ മഴ കൂടിയ കാരണം ക്ലോസ് ചെയ്തിരിക്കണ്. പിന്നെ ഒരു ഫോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് അങ്ങനെ വാട്ടർഫാൾസിനെ കുറിച്ച് എന്തായാലും 2 വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അകുമ്പയുടെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.